അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറുകയാണ് കേട്ടോ, സ്പെഷ്യൽ കമ്പാർട്ട്മെന്റിലേക്ക് വരിക. അതുകൊണ്ട് ബൈബിള് പറയും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന്. സൃഷ്ടി തന്നെ മാറിപ്പോയതാണ്. ശ്രദ്ധിക്കട്ടെ, ഹലോ ടേക്ക് ദ ബാഡ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ആരാധന. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. വേഴ്സിക്കൽ 2 കൊരിന്തോസ് 5:17 ഏറ്റു പറഞ്ഞേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. That means it's a different person. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകണത്? അവൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറി. ജനറൽ കമ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. ക്രിസ്തുവിലായിരിക്കുന്നവന് ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. മെറിറ്റിൽ എന്താ കുഴപ്പം? അവർ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ല അല്ലേ? നാടൊക്കെ പിടിച്ചെടുക്കുന്നത് വാളുകൊണ്ടല്ലേ? അതാണ് മെറിറ്റ് എന്ന് പറയണത്. പിന്നെ എന്താണ്? അവർ വിജയിച്ചത് കരബലം കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ലെന്ന്. കരബലം അല്ലേ, മണി പവർ, മസിൽ പവർ. ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? മണി പവർ അല്ലേ, അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ മണി പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്, മസിൽ പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ല, ഇത് രണ്ടും ഇല്ലാത്തവന് ഇരട്ടി കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കൈയടിച്ച് കർത്താവ് ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, തിരുസഭ പണിയാം. പെന്തക്കോസ്താനാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇപ്പൊ 2 കൊരിന്തോസ് 5:17 പറഞ്ഞില്ലേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. ആ പുതിയ സൃഷ്ടി ആണ് എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? പവർ എല്ലാം മാറിയിട്ട് പേഴ്സണിലേക്ക് വരും. പേഴ്സൺ, വ്യക്തി. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. 33:14 പുറപ്പാടിൻ്റെ പുസ്തകം. ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 ആരാധന. പുറപ്പാട് 33:14 ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും. ഒന്ന് പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ഇപ്പം നമ്മൾ 11:29 കണ്ട വചനമില്ലേ, അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയണത് ഒരാശ്വാസം ഒരു സർവീസായിട്ട് കൊടുക്കുകയല്ല. The comfort we feel from Jesus Christ, the result of his presence. അവൻ നമ്മുടെ കൂടെ വരുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പോഴും ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. എന്താ കാര്യം? ഞാൻ തന്നെ, പുറപ്പാട് 33:14, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും. എങ്ങനെയാണ് വരണത്? ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിലുള്ള വാഗ്ദാനങ്ങളാണ്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും, പറഞ്ഞേ, ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എവിടെയൊക്കെ വരും? കോടതി വരും, തോക്കാൻ പോണ കേസിൻ്റെ സമയത്ത് വരും. നിന്നെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടില്ലേ, അവിടെ വരും. വാഗ്ദാനത്തിലുള്ളതാണ്. പരീക്ഷ ഹോളിൽ ആരും വരാൻ പറ്റത്തില്ല. എൻ്റെ അമ്മമാരൊക്കെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വരാതെ പോയിരുന്ന് കൊന്തയെല്ലാം കണ്ടിട്ടില്ലേ? അവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ആള് അകത്ത് കയറും. എത്ര മക്കളാണ് ഇവിടെ കരഞ്ഞുകൊണ്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കണത്? കർത്താവ് അമ്മ വന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നെന്ന്. നമുക്ക് അതൊക്കെ ഓർക്കും, ഇതൊക്കെ ഒരു ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ് എന്നൊക്കെ ഓർക്കും.
കാര്യം വല്ലാത്ത പറച്ചിലാണ് ഇവർ പറഞ്ഞു കൂട്ടണതേ. ഞാനിങ്ങനെ എഴുതാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബിടെക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയണത് എനിക്ക് എപ്പോഴും ഞാൻ ചില 5-6 വിഷയത്തിൽ ഞാൻ തോക്കും എപ്പോഴായാലും. അതെന്ത് തോക്കണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അത്ര ശരിയല്ല. ഒന്ന്. രണ്ടാമത്തത് എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഓരോ ചോദ്യം കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് എഴുതി ഒരു പാവപ്പെട്ടവൻ പകുതി ആകുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മണിയടിക്കും, തീർന്ന്. അപ്പോഴേ 20 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ പറ്റത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് സമയം, അതായത് ചിന്തിച്ച് എഴുതണ കാരണം അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സപ്ലി അടിച്ച് മരിക്കുകയാണ്. പക്ഷേ അയാൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇയാൾ പറയുന്ന വർത്തമാനം ആ സാക്ഷി കിടപ്പുണ്ട്. അതായത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. നമുക്ക് കണ്ണ് നിറഞ്ഞു അത് കേൾക്കുമ്പോൾ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങി. എന്താണ്? അമ്മ സാന്നിധ്യമായിട്ട് ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ തുടങ്ങി. എന്നിട്ട് ഇവ ഇങ്ങനെ എഴുതി, അതായത് എല്ലാ കൊല്ലം എഴുതുന്നേക്കാളും 10 മിനിറ്റ് നേരത്തെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് വെച്ചിരിക്കണം, പേപ്പർ കൊടുത്തിരിക്കണം. ഇതിന് ടൈം ഷോർട്ടണിങ് എന്ന് പറയും, സമയച്ചുരുക്കം. ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമാണ് സമയച്ചുരുക്കം. ഇത്രയും നാൾ പുള്ളിയുടെ ഒരു കഴിവ് അത് ചിന്തിച്ച് ആലോചിച്ച് എഴുതണ കാരണം, എഴുതി ഒപ്പിക്കാൻ പറ്റാത്ത കാരണം കുറേ ക്വസ്റ്റ്യൻ വിട്ടു പോകുമായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ, അത് ഉടമ്പടിയിലുള്ളതല്ലേ. അങ്ങനെ വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലല്ലോ. അതിന് വേറെ ഒരു പ്രാർത്ഥനയ്ക്കും അങ്ങനെ അഷുറൻസ് ഇല്ല. ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞ അഷുറൻസ് ഇല്ല. ദിവ്യകുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദിവ്യകുർബാനയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷെ അത് അലൗകികമായ സാന്നിധ്യമാണ്. ഇതുപോലെ പ്രാക്ടിക്കൽ ഫീൽഡിൽ ഒരു പ്രകടനപരത വ്യക്തമല്ല. അത് കാര്യം അത് അതിനു വേണ്ടിയുള്ളതല്ല. ദിവ്യകുർബാന നിത്യതയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതാണ്. അല്ലാതെ നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അതിന് പ്രൈമറി ഫോക്കസിങ് ഉള്ളതല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് കർത്താവ് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുള്ളതാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പങ്കാളിത്തം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധ ശരീരം നീ ഭക്ഷിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവ് അമർത്യത പ്രാപിക്കണം. അവൻ്റെ ഉത്ഥാനത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കണത് അതുവഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിവ്യകുർബാന പങ്കെടുക്കുമ്പോൾ, ഇപ്പം നിനക്ക് കുർബാന സ്വീകരിക്കാൻ ഒരവസ്ഥയിലാണെങ്കിൽ പോലും ദിവ്യകുർബാനയെ പങ്കെടുക്കുമ്പോൾ ഞാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള കൂദാശയിൽ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് നീ പങ്കെടുക്കണമെങ്കിൽ കർത്താവ് അതിൻ്റെ തനത് കൃപ നിനക്ക് തന്നിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത്, ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർ ചില സമയത്ത് അത് നിത്യതയെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് അനുദിന ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്ന് കുർബാനയെ ഡംപ് ചെയ്യും. അപ്പോൾ കുർബാനയുടെ ഉദ്ദേശം മാറിപ്പോവും, അല്ലേ? കുർബാനയുടെ ദൈവിക ലക്ഷ്യം അട്ടിമറിക്കപ്പെടും. അത് പിശാചിടാന്ന് നമുക്കറിയത്തില്ല. ദൈവിക ലക്ഷ്യമുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾക്കും ഓരോ ലക്ഷ്യമില്ലേ. അപ്പോൾ അൾത്താരയിൽ കുർബാന അർപ്പിക്കുന്ന ബലിപീഠമാണിത്. ഈ ബലിപീഠത്തെ കൊണ്ടുവന്ന് ഞാൻ ചോറ് തിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഇത് ബലിപീഠമാണിത്, അല്ലേ? ഇത് കർത്താവിൻ്റെ കുർബാന അർപ്പിക്കാൻ മാത്രമേ ബലിപീഠം ഉപയോഗിക്കത്തുള്ളൂ. അതായത് അങ്ങനെ വരുമ്പോൾ ഈ ബലിപീഠത്തെ കൊണ്ടുവന്ന് ഞാൻ പുട്ടും കാപ്പിയും കഴിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? ഏതാണ്ട് ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ മാത്രം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. കാര്യം അതിനുവേണ്ടി അല്ലല്ലോ സ്ഥാപിച്ചത്. അതൊക്കെ ഈശോ പറഞ്ഞത് അതൊക്കെ ചേർത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ചേർത്ത് നൽകും. പിന്നെന്ത് ചെയ്യണം? നീ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി, ആ ദൈവരാജ്യം നിലവിൽ വരാൻ വേണ്ടിയുള്ള നീതിപ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് കാരുണ്യപ്രവൃത്തികളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് അവകാശ പോരാട്ടങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ 100-ാം ദിവസമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കാലത്ത് വളരെ ജാഗ്രതയുള്ളവരാണ്. ഒരു ജനവിഭാഗം മുഴുവനും കടലോരത്ത് അമ്മയും കുഞ്ഞും ഭർത്താവും ഭാര്യയും അയങ്ങളമാരും എല്ലാം കൂടി ഒറ്റമുറിയിൽ താമസിച്ചിട്ട് 4 വർഷമായി. അപ്പം അങ്ങനെയുള്ള ഒരു സമയം അവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഉണ്ടായിരുന്നവരാണ്. അശാസ്ത്രീയമായ വികസനത്തിൻ്റെ പേരിൽ കടൽ കയറി അതെല്ലാം നശിപ്പിച്ചിട്ട് അവരെ റീസ്റ്റേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ അവകാശ പോരാട്ടങ്ങൾ
അനീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വിശക്കാൻ പറഞ്ഞ, നീതിക്ക് വേണ്ടി കരയാൻ പറഞ്ഞ കർത്താവിൻ്റെ വചനത്തിന് കൊടുക്കുന്ന മാംസധാരണങ്ങളാണ് അവകാശ പോരാട്ട സമരങ്ങൾ. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. എത്രയും വേഗം നീതി നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തന്നൊരു വചനമാണിത്. അതായത് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അവിടുത്തെ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ഉടമ്പടി എന്ന് പറയണത് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടി അതെടുത്ത വ്യക്തികൾ ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന, അല്ലെങ്കിൽ സാന്നിധ്യത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കാൻ നമ്മൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മതി, ദൈവം കൂടെ വരണ്ട എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പോരാണ്ട് വരും. എന്താ കാര്യം? നമ്മുടെ മെരിറ്റുകൾ അസ്തമിക്കുന്നിടത്ത് വെച്ച് ഗ്രേസ് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് എഫെസ്യസ് 2:8 പറയാം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ നമ്മളുടെ മെരിറ്റുകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്. ആ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലത്ത് പിന്നെന്താ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്, കൃപയാണ് വർക്ക് ചെയ്യണത്. യെശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ പാക്കേജ് പ്രോമിസ് പ്രസൻസ് ഓഫ് ഗോഡാണ്. അതാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത എല്ലാ വ്യക്തികൾക്കും ഈ അവകാശമുണ്ട്. അപ്പം നിങ്ങളുടെ IELTS അല്ലെങ്കിൽ വസ്തു വിൽപ്പന അല്ലെങ്കിൽ വീട് വെപ്പ് എന്നുള്ള ഒരു കൊച്ചു മിനിമം പ്രോഗ്രാമിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, അതിൻ്റെ അപ്പുറത്ത് നടക്കും. പക്ഷേ നിങ്ങൾ എന്താണ് മനസ്സിൽ വെക്കേണ്ടത്? ഉടമ്പടി പുതുക്കി കൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ചെയ്യേണ്ടത് പ്രസൻസ് ഓഫ് ഗോഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രസൻസ് ഓഫ് ഗോഡിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ അത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാരെ കുറിച്ച് പറയേണ്ടത് ബൈബിള്. അനാർക്കിൻ്റെ മല്ലന്മാർ എന്താ, ഈ മോശ ജോഷുവയെ ഒക്കെ കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി വിട്ടില്ല. അവർ കീഴടക്കാൻ പോണ ദേശങ്ങളിലെ ജനങ്ങളുടെ വലിപ്പവും അവിടുത്തെ കൃഷിയും അവിടുത്തെ കോട്ടകളും സൈന്യവും തങ്ങൾക്ക് അവരെ കീഴടക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി മോസസ് വിടും. അപ്പോൾ മോസസ് വിടുമ്പോൾ അത് ഇവർ കാനാൻ ദേശത്തൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് പേടിച്ച് അരണ്ട് ഇവരിവിടെ വരും. എന്നുവെച്ചാൽ പറയും രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്, അനാർക്കിൻ്റെ സന്താനങ്ങൾ അവിടെ ഉണ്ട്. അനാർക്ക് മല്ലനാണ്. പണ്ട് മല്ലന്മാർക്ക് പുരാതന മല്ലന്മാരുണ്ടല്ലോ ബൈബിളിൽ. അപ്പോൾ 8 അടി 9 അടിയൊക്കെയുള്ള മനുഷ്യർ, അത്തരം മനുഷ്യരെ അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളെ വിട്ടിലാണെന്നാണ് തോന്നിയത്. അവർക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ. ഈ വിട്ടിലൊക്കെ എവിടെ പോകണമെന്ന് പിടിച്ചു തീരാൻ പറ്റില്ല, പേടിയാണെന്ന്. അപ്പോൾ നമുക്കത് അവിടെ അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കലേബ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയണത്? അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യോഗ്യതയുടെ വിഷയമാണ്. ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, പക്ഷേ ഗ്രേസിൽ വർക്ക് ചെയ്യും. കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ നിനക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക്
കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ ഒരു സാക്ഷ്യം പറഞ്ഞു. അരുണിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ അരുൺ ഒരു എൻജിനീയർ, അവൻ ഉടമ്പടി കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വചനങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവൃത്തി അളവെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അവനെ തൽക്കാലത്തേക്ക് ഒരു ഓവർസിയർ സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ നിയമിച്ച് കഴിയുമ്പോൾ മദ്രാസിലെ ആ കമ്പനിയുടെ അപ്പുറത്ത് R&D എന്നും പറഞ്ഞ വേറൊരു സെക്ഷനുണ്ട്. അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. അരുൺ വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ. ആ കമ്പനിയുടെ ഓപ്പോസിറ്റായിട്ട് R&D എന്നും പറഞ്ഞൊരു വലിയ ഹെഡിങ് എഴുതിയിട്ടുണ്ട് അവിടെ. അത് ഭയങ്കര പ്ലാന്റാണ്, റിസർച്ച്. അതായത് അവിടെ ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയും, കർത്താവിനോട് പറയും, കർത്താവേ എനിക്കവിടെ പോകണമല്ല എന്ന് പറയും. ഞാനൊത്തിരി കൊതിച്ചിട്ടുണ്ട്, അവൻ എൻജിനീയർ അല്ലേ, അപ്പോൾ എനിക്കവിടെ പോകണം. പക്ഷേ എനിക്കവിടെ പറയാനോ ചോദിക്കാനോ അവിടെ കൊണ്ടുപോയി എത്തിക്കാനോ മെറിറ്റ് നിൽക്കില്ല. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയും. ഉടനെ R&D എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അത് ഉന്നതമായ ശമ്പളത്തിൽ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. ഒറ്റ മാസം കൊണ്ട് അവന് അരുണിന് കർത്താവ് അവിടെ ജോലി കൊടുക്കും. അത് നമ്മൾ ഞെട്ടിപ്പോവാൻ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാക്ഷ്യമാണ്. അവൻ ആഗ്രഹിച്ച് ഈ ബോർഡ്, ഇപ്പം ഞാനും പറയണം, ഈ ബോർഡ് അവനെ കാണിച്ചത് കർത്താവാണ്. കാര്യം എന്താണ്? നീ കാണിക്കുന്ന ജനതയെ ഞാൻ നിനക്ക് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്രാന്തമല്ല, മറിച്ച് അവൻ്റെ കലിബർ അനുസരിച്ച് അവനെ കിട്ടാനുള്ള അവകാശമുള്ള ഇടമാണത്. അപ്പം അത് അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിലാണ് ആഗ്രഹിക്കുന്നത്. അതാണ്. അതായത് അപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാർ, വലിയ എൻജിനീയർമാരായിട്ടുള്ള മല്ലന്മാരാണത് കൈകാര്യം ചെയ്യണത്. ഇവൻ അവിടെ അശുവാണ്. പക്ഷേ അവൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ R&Dയിൽ വർക്ക് ചെയ്യാൻ കർത്താവ് അവന് ഒറ്റ മാസം കൊണ്ട് അവസരം കൊടുക്കുന്നത്. നിങ്ങൾ ആ സാക്ഷ്യം രണ്ടാമത് കേൾക്കണം, നല്ലതായിരിക്കും തോന്നണം. കാര്യം ബൈബിളിൽ അന്ന് പറഞ്ഞത് തന്നെയാണ് ബൈബിൾ ഇന്നും പറയണത്, മാറ്റി പറയത്തില്ല. ബൈബിളിൻ്റെ ഗുണം അതാണ്. അതുകൊണ്ട് 22:6 നടപടി വെളിപാടിൻ്റെ പുസ്തകം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു. ഏറ്റു പറഞ്ഞേ, അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങള് വിശ്വാസയോഗ്യവും സത്യവുമാണ്. അപ്പൊ വചനം ഒരിക്കലും മാറ്റി പറയത്തില്ല. അന്ന് 4000 കൊല്ലം മുമ്പ് എന്ത് പറഞ്ഞു അതെന്നെ ഇപ്പോഴും പറയണത്. അനാർക്കിന് പകരം എഞ്ചിനീയർ ആണെന്നേ വ്യത്യാസമുള്ളൂ. കാലം മാറുമ്പോഴുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ വലിയ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരായിരുന്ന മല്ലന്മാരുടെ സ്ഥലത്താണ് ഇവന് ഓഹരി വേണമെന്നാണ് ഇവ പറയണത്. ഇവൻ്റെ യോഗ്യത എന്താണ്? അവൻ്റെ യോഗ്യത ഉടമ്പടി മാത്രം. കൈയിടിച്ച് കർത്താവേ എന്നും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അരുണിൻ്റെ ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് പ്രസൻസ് ഓഫ് ഗോഡിലാണ്. 33:14 പറഞ്ഞില്ലേ, അങ്ങ് ഞങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളുടെ കൂടെ, വേറെവർ യു ഗോ, എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ വരും. അങ്ങനെ വന്ന് ഈശോ വാങ്ങിച്ച് കൊടുത്തൊരു ജോലിയാണത്. അതിനെക്കുറിച്ച് അവൻ കോൺഫിഡൻഷ്യലാണ് ആ കാര്യത്തിൽ. പക്ഷേ എന്താണ്, അന്ന് തന്നെ ഈ വചനത്തെക്കുറിച്ച്, ഈ വചനം ആദ്യം രൂപപ്പെട്ട് വന്ന സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട്. മോസസ് ഉടനെ ഇത് മോസസിൻ്റെ ചെവിയിലെത്തുമ്പോൾ മോസസ് ഉടനെ പറയും ദൈവത്തോട്, ഞാൻ നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് മോസസ് പറയും. എന്താ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വരുമെന്നാണോ പറയണത്? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവേ ഹല്ലേലൂയ. 33:16 പുറപ്പാട് 33:16
അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, ഏറ്റു പറഞ്ഞ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഉടമ്പടിയിലൂടെ ഞങ്ങളെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതന്നീ അത്യുന്നതന്നീ നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമായി അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. എന്തുകൊണ്ടാണ് കലേബ് അങ്ങനെ പറയണത്? എല്ലാവരും പറഞ്ഞ മല്ലന്മാരും നമ്മളെ വെട്ടിലിനെ പോലെ പിടിച്ചു തിന്നുമെന്ന് പറയുമ്പോൾ പേടിച്ചു പോകും. നമുക്കും പേടിയുണ്ടാകത്തല്ലേ? സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി, ഞാൻ ചിരിച്ചു പോയി. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കൈയും കാലും വെട്ടാൻ വേണ്ടി അവിടെ കളഞ്ഞിപ്പുണ്ട്. അപ്പോൾ വെളുപ്പിനെയൊക്കെ പേടിയാണ്. നാളെ രാവിലെ വെളുപ്പിന് സ്ഥലം ഇളക്കലാണ്. അപ്പോൾ കൈയും കാലും വെട്ടാൻ വേണ്ടി അവിടെ അളക്കാൻ നിൽക്കുകയും വെളുപ്പിന് എങ്ങനെ പോകും എന്ന് പറഞ്ഞ് വിറച്ച് തെല്ലി ആണ് കിടക്കണത്. വെളുപ്പിനായപ്പോൾ ഒരു സ്വപ്നം, മാതാവ് അളവ് ചങ്ങലയും പിടിച്ച് നിൽക്കണം. മാതാവേ, അപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പം തന്നെ ചാടി ഫ്രഷായി നേരെ പോയി. എന്താണ്? എൻ്റെ അമ്മ അവിടെ എനിക്ക് മുമ്പേ അളക്കാൻ ചെന്നിരിക്കുന്നു. കൈയിടിച്ച് നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കലേബാണ് ഇവിടെ ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുട്ട് തല്ലിപ്പോയി, കൈവറച്ച് പോയി, നാക്കിറങ്ങിപ്പോയി. ഞങ്ങൾ പോകത്തില്ല, അവർ നമ്മളെ കൊന്നുകളയും, വിട്ടിലിനെപ്പോലെ തിന്നുകളയെന്ന് പറയുമ്പോൾ കലേബ് പറയും, നോ, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ, എത്ര മല്ലന്മാരായാലും ശരി, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തരുമെന്ന് പറയും. ഇതിനെക്കുറിച്ച് പിന്നീട് സംഖ്യയിൽ മോസസ് പറയും, കലേബിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് വി ആർ ടുവേഴ്സ് ദാറ്റ് സ്പിരിറ്റ്. കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നെന്ന്. വ്യത്യസ്തം, ഡിഫറെൻറ്റ്. സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 14:24. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞോ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്നെപ്പോലൊരു ദൈവമില്ല. ഉന്നതനീ അത്യുന്നതനീ നിന്നെപ്പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. വായിച്ചോളൂ. സെയിം പാരഗ്രാഫ് വായിച്ചോളൂ. സംഖ്യ 14:24. അവന്റെ സന്തതികൾ, അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16 എന്ന് പറഞ്ഞ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്. മറ്റാരെയും അന്ന് ഒറ്റുനോക്കാൻ പോയപ്പോഴേ വ്രതത്തിൽ വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോഴേ വിറച്ച് അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് ഡിഫറെൻറ്റ്. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോസസ് പറയണത്, അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിന്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിന്റെ കൂടെ വരും. കൈയിട്ടിച്ച് കർത്താവ് ഉന്നതനേ